ശൂലാകൃതി കൊള്ളില്ല. ശൂർപ്പം മുറത്തിൻ്റെ ആകൃതിയിലുള്ള മൂലയൊക്കെ പോയ ഭാഗം അങ്ങനെ കൊള്ളില്ല. മനസ്സിലായില്ലേ? മത്സ്യത്തിൻ്റെ ആകൃതിയുള്ള ഭൂമി ഉള്ളു. കൂർമ്മത്തിൻ്റെ പ്രശ്നം പോലത്തെ ആകാൻ പാടില്ല. ഭസ്മം പാടില്ല. കരിക്കട്ട പാടില്ല. മുടി ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ശുഭലക്ഷണങ്ങളാണ്. വാസ്തുശാസ്ത്ര വിദഗ്ധനായ ശ്രീ ശിവൻ കൈപ്പട്ടൂർ സർ, ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. എല്ലാവരും ഗൃഹ നിർമ്മാണത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടും പലപ്പോഴും അതിൽ താമസിക്കുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ദുരിതങ്ങൾ ഉണ്ടാകുന്നു, കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് ഗൃഹനിർമ്മാണത്തിൻ്റെ പിഴവുകളായിരിക്കുമോ അതോ വസ്തുവിൻ്റെ കുഴപ്പമായിരിക്കുമോ? അതായത് ഒരു വീട് പണിയാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കിഴക്കോട്ട് ചരിവുള്ളതും വടക്കോട്ട് ചരിവുള്ളതും വടക്ക് കിഴക്ക് കോണി ചരിഞ്ഞതായിട്ടുള്ള ഭൂമി ഉത്തമത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളൊക്കെ ഉയർന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ശരിയായ പോയിന്റ്. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് സാധാരണക്കാർക്ക് ഇത്തരം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഭൂമിയുടെ കിടപ്പ് മനസ്സിലായി. അപ്പോൾ അതല്ല, അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഇതിനൊരു പ്രമാണമുണ്ട്. അതായത് ഗോമർത്യൈ ഫലപുഷ്പദുക്തരു പാശ്ചാട്യ സമാപ്രാക്പ്ലവ സ്നിഗ്ധ ധീരരവാ പ്രദക്ഷിണജലോ പേദാശു ബീജോൽഗമ സംപ്രോക്ത ബിഗുപാംശുരാംശേജല തുല്യച്ച ശീതോഷ്ണയോ ശ്രേഷ്ഠഭൂരഥമ സംയുക്ത വിപരീത മിശ്രിത മധ്യമ. ആ ഇതിനകത്ത് ഒരുപാട് ശുഭലക്ഷണങ്ങൾ ഇതിലുണ്ട്. അതായത് പശുക്കൾ മേഞ്ഞ് കിടക്കുന്ന സ്ഥലം, ഫലങ്ങളുള്ള സ്ഥലം, പുഷ്പങ്ങളുള്ള സ്ഥലം, വിത്തിട്ടാൽ വേഗം മുളയ്ക്കുന്ന സ്ഥലം, പ്രദക്ഷിണ രീതിയിൽ ജലം ഒഴുകുന്ന വെള്ളം സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം, നോക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എൻ്റെ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ഉത്തമ ഭൂമിയാണ്. മനസ്സിലായില്ലേ? ഒരുപാട് നാൾ അതിനകത്ത് താമസിക്കാനൊക്കെ പറ്റും. എന്നാൽ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ദോഷമായിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട്. അത് പറയാം. വൃത്താർത്ഥേന്ദുനിഭാ ത്രിപഞ്ചരസകോണ ശൂലശൂർപ്പാകൃതി മത്സ്യാനേകപകൂർമ്മ പൃഷ്ടകവിലാപ ക്രോമേദിനി ഭസ്മാകാര സുഷാസ്തി കേശകൃമി വന്മീകാദി സംയുത വർജാൻ മദ്യന്നത സഗർഭകുര വിസ്ര വിദുക് സ്ഥാപിച്ച. അപ്പോൾ അത് റൗണ്ടിലുള്ള ഭൂമി കൊള്ളില്ല. വൃത്താർത്തു ഇന്ദു ചന്ദ്രാകൃതി ഇരിക്കുന്ന ഭൂമി കൊള്ളില്ല. ത്രിപഞ്ചരസകോണ 3, 4, 3, 5, 6 അങ്ങനെയുള്ള കോണുകളായ ഭൂമി കൊള്ളില്ല. ശൂലാകൃതി കൊള്ളില്ല. ശൂർപ്പം മുറത്തിൻ്റെ ആകൃതിയിലുള്ള മൂലയൊക്കെ പോയ ഭാഗം അങ്ങനെ കൊള്ളില്ല. മത്സ്യത്തിൻ്റെ ആകൃതി, മനസ്സിലായില്ലേ? മത്സ്യത്തിൻ്റെ ആകൃതിയുള്ള ഭൂമി കൊള്ളില്ല. കൂർമ്മത്തിൻ്റെ പ്രശ്നം പോലത്തെ ആകാൻ പാടില്ല. ഭസ്മം പാടില്ല. കരിക്കട്ട പാടില്ല. മുടി ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ശുഭലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് 2 പ്രമാണങ്ങൾ വന്നപ്പോഴത്തേക്കും ഭൂമി നല്ലതും ചീത്തയും മനസ്സിലായില്ലേ. ഇത് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ കൂടി നമ്മൾ ഭൂമി നല്ലത് തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ ഗ്രഹമൊക്കെ പോണത് സുഖമായി. എന്നാൽ അവിടെ ആ ഉത്തമമായ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് 50%. 50% ആൾക്കാർക്ക് എന്ത് കുഴപ്പമില്ല, ഏത് കാട്ടിൽ കൊണ്ട് വരച്ചാലും താമസിക്കാം, യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ കണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? എന്നെ പോലുള്ള ആളെ ആവശ്യം ഈ 50% പേർക്കേ ഉള്ളൂ. കാരണം എന്തിനും വിഷയങ്ങളുള്ളവർക്ക്. മറ്റൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഇപ്പോൾ കണക്ക് തെറ്റിയാലും കുഴപ്പമില്ല, എവിടെ താമസിച്ചാൽ ചെറിയ ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് കൂടാതെ ഞാൻ എൻ്റേതായ രീതിയിൽ മനസ്സിലാക്കണം. ഇപ്പം മാഡം ചോദിച്ചതനുസരിച്ച് ഇങ്ങനെയൊക്കെ നല്ലൊരു ഗ്രഹം നിർമ്മിച്ചിട്ടും താമസിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ കണ്ട ഒരു ആൻസർ വേറെ ഒന്നുണ്ട്. ഈ വസ്തുവിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അല്ലെങ്കിൽ ഊർജവും നല്ല ഊർജവും വിപരീത ഊർജവും ആയിട്ടുള്ള ഊർജ സ്രോതസ്സുകളുണ്ട്. അതിൽ നെഗറ്റീവായിട്ടുള്ള ഊർജ സ്രോതസ്സിലേക്ക് ഇത് കയറി വന്നാൽ, ഗ്രഹസ്ഥാനം കയറി വന്നാൽ പല ദോഷങ്ങളുണ്ടാവും. അപമൃത്യു, അകാല മരണം, ഒരു വീട്ടിൽ സുഖയില്ലായ്മ, അസുഖങ്ങൾ നിത്യം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃത്യമായിട്ട് പ്രമാണം അനുസരിച്ച് ഈ വസ്തു തിരഞ്ഞെടുത്ത് നല്ല കണക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായെന്ന് വിചാരിക്കാൻ പറ്റില്ല. എന്നാൽ ഞാനീ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് നല്ല പിടിപാടില്ല. അപ്പം ശരി, ഇത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് വാസ്തു ശാസ്ത്രത്തിലുള്ള സംഭവമല്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഉപാസനയും കാര്യങ്ങളൊക്കെ വേണം. വാസ്തു പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് ചേർന്ന്
പുറത്ത് പോയി സ്ഥാനം കാണാനൊക്കെ പറ്റും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല. ഒരു സ്ഥപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവശാസ്ത്ര ക്രിയാപടു സർവദാവഹിത മാനസശുചി ധാർമ്മികോ വിഗത മാത്സരാധികോ യശശ്ച സപതിരസ്തു സത്യവാക്ക്. ഇതിനകത്ത് ഏകദേശം മനസ്സിലായോ? എല്ലാ ശാസ്ത്രങ്ങളും മിക്കവാറും മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? ഈ വാസ്തുശാസ്ത്രം കൊണ്ട് മാത്രം വാസ്തു കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും വിശ്വസിച്ചേക്കുന്നതൊക്കെ അങ്ങനെയാണ്. വാസ്തു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇത്രയും പഠിച്ച് ആ കോഴ്സ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ സ്ഥാനക്കാരനാണ്, ഞാൻ സ്ഥപതിയാണ്, പേരും ലെവലൊക്കെ വന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തിലൂടെ നല്ല കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല. കുറച്ച് ഭാഗമായിട്ടുള്ള ഒരു കാൽഭാഗം മാത്രമേ ആയിട്ടുള്ളൂ വാസ്തു എന്ന് പറയുമ്പോൾ. വാസ്തു പഠിക്കുന്ന ആൾ ജ്യോതിഷവും കൂടി അതിന്റെ കൂടെ പഠിക്കണം എന്നാണോ? ജ്യോതിഷം പഠിക്കണം. ജ്യോതിഷം മാത്രം പോരാ, ഒരു സൈക്കോളജിസ്റ്റും കൂടി ആയിരിക്കണം. ഞാൻ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല, അത് അല്പം മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം, ആളുകളുടെ മനഃശാസ്ത്രം. അതുപോലെ തന്നെ കുറച്ച് ഉപാസനകളിലൂടെ നമുക്ക് ആത്മീയമായ റൂട്ടിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ നെഗറ്റീവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഞാൻ സ്ഥാനം കാണാൻ ചെല്ലുന്ന സ്ഥലത്ത് ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാരൊക്കെ ആയിരിക്കും. ഈ നെഗറ്റീവ് എനർജി ഉണ്ടെന്നും പറഞ്ഞ് സ്ഥാനം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അതിനെനിക്ക് അതിൻ്റെ പീരീഡ് കിട്ടും. ഇത്ര വർഷം ഈ പറമ്പിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറയും. ഒരു 4-5 കൊല്ലമൊക്കെ ആണെങ്കിൽ ഞാൻ വേണ്ടെന്ന് തന്നെ പറയാറുണ്ട് ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയത്ത്. അതായത് ആ നെഗറ്റീവ് എനർജിൻ്റെ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പം നെഗറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് രോഗദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഇത്ര വർഷം വരെ താമസിക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ സ്ഥലം മാറാൻ നോക്കിക്കോളണം. അവർക്കൊരു അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ആ ഒരു പറമ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനക്കാരൻ പോയി സ്ഥാനം നോക്കും, വരെയും മണിയും അവനത്ത് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. അപ്പം ശരി, എന്താ കാര്യം ഇവർക്ക് മനസ്സിലാവില്ല. ജ്യോതിഷപ്രകാരമൊക്കെ നോക്കുമ്പോൾ ഒന്നും അതിന് വ്യക്തത കിട്ടില്ല. എന്തൊക്കെയാണ് ഈ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത്? ഞാൻ പറയാം. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും, എൻ്റെ ബോഡി ഫീൽ ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ വീട് പണിതിട്ടുള്ള വീടാണെങ്കിൽ വീട് പരിശോധിക്കാൻ കയറുമ്പോഴത്തേക്കും ഓരോ മുറികൾ നമ്മൾ പരിശോധിച്ച് തരുമ്പോഴത്തേക്കും ചില മുറികളിലൊക്കെ ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഇവിടെ ആരാ കിടക്കുന്നത്, അസുഖമായിട്ട് ദീർഘനാൾ കിടന്നവരുണ്ടോ, അല്ലെങ്കിൽ ഈ മുറിയിൽ കിടന്ന ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചോദ്യം എൻ്റെ ചെല്ലും. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നും അവിടെ ഉണ്ടാവും. അപ്പം അത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും പറയും. മനസ്സിലായി? അതൊരു കാര്യം. നമുക്ക് സ്ഥാനം കാണുന്ന രീതിയിലേക്ക് വരാം. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞ കാര്യമായിട്ട് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് നോക്കുന്നത്, ഇപ്പം നെഗറ്റീവ് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു ഭൂമിയാണെന്ന് വിചാരിക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കുന്നത് എന്നാ വെച്ചാൽ ഇവർക്ക് ഇവിടെ എത്ര വർഷം താമസിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയാൽ കൂടി അവിടെ ചിലപ്പോൾ ഇവർക്ക് ദീർഘനാൾ താമസിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ പറയും അത് മാറിക്കൂ, ഇത്ര വർഷം പറ്റുള്ളൂ, അവിടെ ഒരു ദോഷമില്ല എങ്കിൽ കൂടി. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു 15 കൊല്ലത്തിന് മേലെ കിട്ടുന്ന ഒരു വർഷം കിട്ടുവാണെങ്കിൽ ഞാൻ പറയും കുഴപ്പമില്ല, എടുത്തോളാൻ പറയും. അങ്ങനെ എടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പിന്നെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ പൈശാചികമായ ദുരാത്മാക്കളുടെ ഒരു സന്നിവേശം ഈ വസ്തുവിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ദുരാത്മാക്കളുടെ സാമീപ്യം ഉണ്ടാവും. അതുണ്ടെങ്കിലും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അതെങ്ങനെയുള്ള ഭൂമിയിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക? അതെല്ലായിടത്തും ഉണ്ട്, മിക്കവാറും സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. എനിക്കത് മനസ്സിലാവും. ഇതും ചില ആക്സിഡൻറ്റ് കേസ് മരിച്ചു പോയിട്ടുള്ളത്, വല്ല തൂങ്ങി മരണം, അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഇതാണ്. അവരെ ആത്മാക്കളെ എൻ്റെ അടുത്ത് വരും. അവർ പല സീനുകളും എനിക്ക് തരും. മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് ബോഡിയിൽ ഫീൽ ചെയ്യും. അതും ഈ നെഗറ്റീവ് എനർജിമാർ ബോഡി ഫീൽ ചെയ്യും. ഈ ആത്മാക്കൾ വരുമ്പോഴത്തേക്ക് എനിക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ അവർ കൃത്യമായിട്ട് നേര് വരും. നേര് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണാം, മനസ്സുകൊണ്ട് ഒരു സെക്കൻഡ് നമ്മൾ കണ്ണടയ്ക്കും ആൾ വരുമ്പോൾ. അപ്പോൾ ആൾ നേരെ വരും. അപ്പോൾ ആളെ ചോദിക്കും എന്താണ്, അവരുടെ ദുഃഖകാര്യങ്ങളൊക്കെ അവർ പറയും. കാണിച്ചു തരുമ്പോൾ നമുക്ക് അവർ വരുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് നോട്ട് ചെയ്തിട്ട് ഞാൻ അവരോട് വിവരങ്ങൾ പറയും. ഇന്ന പോലെയാണ്, ഇന്ന പ്രായമുള്ള ആളാണ്, ഇന്ന ഷേപ്പിലുള്ള ആളാണ് എന്ന്. അവരുടെ ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അതെൻ്റെ ഭൂമിയുടെ ഉടമസ്ഥൻ്റെ ആൾക്കാരാണെങ്കിൽ എൻ്റെ മുത്തച്ഛനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാകുന്ന വരെ ഞാൻ പറയും.
മനസ്സിലായില്ലേ? അവർക്ക് മനസ്സിലായെങ്കിൽ തൽക്കാലം നിർത്തി വെച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കും. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ പറയുന്നതിന് മാറ്റം വരില്ല, 100% ഓക്കെയാണ്. അപ്പോൾ അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആളുടെ പേരും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അതിന് പരിഹാരം ചെയ്ത് വരുമ്പോൾ ആ ഭാഗത്ത് താമസിക്കാം. ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ദോഷമാണ്, പെർമനൻ്റ് ആയിട്ടുള്ള. ഈ പൈശാചികമായിട്ടുള്ള ഈ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ആത്മാക്കളെ ആവാഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ചെലാപറ്റത്തോ അവിടെയൊക്കെ ഇരുത്തണം എന്ന് പറഞ്ഞാലേ, മിക്കവാറും ഒക്കെ ഞാൻ നോക്കി ചെല്ലുമ്പോഴത്തേക്കും ഈ ഇരുത്തിയവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരോട് ചിലപ്പോൾ വാക്കാൽ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ തന്നെ ആ ദോഷം മാറും. ഈ ദോഷം വളരെ കാലങ്ങളായിട്ടുള്ളതായിരിക്കാം. ഒരുപക്ഷെ ഈ ആളെ തിരിച്ചറിഞ്ഞ് മനസ്സിലത് ഓർമ്മിച്ച് വരുമ്പോൾ തന്നെ ആ ദോഷം മാറി കിട്ടും. പിന്നെ അവർക്ക് അതിനുള്ള പരിഹാരവും മരിച്ചവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയറായി. ഈ നെഗറ്റീവ് എനർജി ഉള്ളിടത്ത് സ്ഥാനം മാറ്റിക്കാണും. പണിത് വീടാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതിന് ചില ലൈറ്റുകളൊക്കെ ഇടാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ആ സഞ്ചാര റൂട്ട് മാറും. ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവണമല്ലത്. ഈ നെഗറ്റീവ് എനർജി അതിന് തിക്കൻസും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതൊരു വാസ്തുവാണ്, ഞാൻ കാണിച്ചു കൊടുക്കുന്ന ലൈനിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ തിക്കൻസ് നമുക്ക് പറയാൻ പറ്റും. ക്ഷേത്രങ്ങളായിട്ട് ചില കണക്ഷൻ വരും. ഇപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ സ്ഥാനം കാണാൻ വരികയെന്ന് വിചാരിച്ചാൽ, ഈ പോയിന്റിലാണ് നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ക്ഷേത്രങ്ങളാണെങ്കിൽ കിലോമീറ്ററുകൾ അപ്പുറം ക്ഷേത്രം ഉണ്ടാവും. അതുപോലെ കിലോമീറ്റർ അകലത്തിൽ ഇത്ര ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ പറയും അവിടെ ഇത്ര കിലോമീറ്റർ അകലത്തിൽ ക്ഷേത്രമുണ്ട്, ഇവിടെ ഇത്ര കിലോമീറ്റർ അകലത്തിൽ ക്ഷേത്രമുണ്ട്, ഇത് തമ്മിൽ കണക്റ്റാണ്, ഇതിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല. അപ്പോൾ വീട് പണിതിട്ടുള്ളതാണെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോഴൊക്കെ ഹോളിൽ കൂടിയോ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിൽ കൂടിയോ ബെഡ്റൂമിൽ കൂടിയൊക്കെ ഇത് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയും ഒന്നുകിൽ ബെഡ് മാറ്റിയിട്ട് അതല്ലെങ്കിൽ ഫർണിച്ചറൊക്കെ മാറ്റിയിടാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ലൈറ്റ് ഇടാനുള്ള ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും. ഈ സെറ്റിയൊക്കെ ഇട്ട് ഫർണിച്ചറൊക്കെ മാറ്റിയിടുമ്പോൾ തന്നെ വ്യത്യാസം വരും. കാരണം ഇവർ മിക്കവാറും ഈ കറക്റ്റ് ആ പോയിന്റിൽ പോയി സംസാരിക്കണം. അപ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞാലും അത് മോശമായിട്ട് വരും. വീട്ടിലുള്ള കാര്യം പറഞ്ഞത് ഭാര്യയും ഭർത്താവും കൂടി നല്ലത് സംസാരിച്ചാലും അത് കലമ്പരം അവസാനിക്കും, വഴക്കൽ അവസാനിക്കും. മറ്റു തേർഡ് പേഴ്സണായിട്ട് വന്നിട്ട് നല്ലൊരു കാര്യം പറഞ്ഞാലും അത് ഉദ്ദേശിച്ച കാര്യത്തിൽ തീരില്ല, അവിടെ നിന്നൊക്കെ സ്ലിപ്പായി പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 100% എനിക്ക് ഇന്നത്തെ വിശ്വാസമുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നവർക്കും അനുഭവത്തിൽ കിട്ടുന്ന അവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ കേൾക്കുന്നവർക്ക് ഇതിനകത്തൊരു അന്ധവിശ്വാസം ഇല്ലേ എന്നൊരു സംശയമുണ്ട്. അല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗവും അതിലൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗവും ഉണ്ടല്ലോ. അനുഭവിച്ചിട്ടുള്ളവരാരും എന്നെ പറഞ്ഞിട്ടൊന്നും പറയാറില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയാറുണ്ടെന്നല്ല, ഇവർക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പോകുമെടുത്ത് സ്ഥാനമൊക്കെ നന്നായിട്ട് സ്ഥാനം കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘനാളെ വീട്ടിൽ നമുക്ക് ദീർഘകാലം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.